വെൽക്കം ടു കലവറ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെമ്മീൻ കറിയാണ്. അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് 300 ഗ്രാം ചെമ്മീനാണ്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് 300 ഗ്രാം. പിന്നെ ഒരു തക്കാളി, അതൊരു മീഡിയം സൈസ് തക്കാളിയാണ്, ചെറുതായിട്ട് അരിഞ്ഞത്. മുരിങ്ങയ്ക്ക, അത് ഒരു മുരിങ്ങയ്ക്കയാണ്. അതുപോലെ ഒരു പച്ചമുളക്. ആദ്യം പച്ചമുളകും മുരിങ്ങയ്ക്കയും കൂടെ ചട്ടിയിലിട്ട് അല്പം വെള്ളവും ഉപ്പും ചേർത്ത് വേകാനായിട്ട് വയ്ക്കാം. 1 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇതിപ്പോൾ 2 കപ്പ് വെള്ളമുണ്ട് ഈ കപ്പിൽ. അതിൻ്റെ ഹാഫ് എടുത്ത് ഉപ്പ് ആവശ്യത്തിന്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അല്പം കറിവേപ്പില. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് വേണം കൊഞ്ചും തക്കാളിയും ചേർക്കേണ്ടത്. ആ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടി എടുത്തിരിക്കുന്നത് തേങ്ങ. ഇത് 1 കപ്പ് തേങ്ങയുണ്ട്. പിന്നെ ഒരു 4-5 ഉള്ളി, ചെറിയ ഉള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, ഇതും കൂടി ചേർക്കണം. 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടി. ഇത്രയും കൂടി ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. നല്ല പേസ്റ്റ് പോലെ അരയണം ഇത്. നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഇനി നമുക്ക് കൊഞ്ചും തക്കാളിയും ചേർക്കാം. കൊഞ്ചിനും തക്കാളിക്കൊക്കെ വേവ് കുറവായതുകൊണ്ടാണ് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ചേർക്കുന്നത്. ഇനി ഇത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേകട്ടെ. ഇനിയെല്ലാം വെന്തോ നമുക്ക് നോക്കാം. മുരിങ്ങയ്ക്ക എടുത്ത് നോക്കിയാൽ മതി, ബാക്കിയെല്ലാം വേവായി കാണും. മുരിങ്ങയ്ക്കയും വെന്താണ്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം. തീ കുറച്ച് വെച്ചിട്ട് ചെയ്താൽ മതി. ഇതാ ഈ അരപ്പിൻ്റെ പരുവ് ഇതാണ്. നല്ല പോലെ പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുണ്ട്. മിക്സി കഴുകിയ വെള്ളവും കൂടി ഒഴിക്കാം. അതൊരു 1/4 കപ്പ് വെള്ളമേ ഉള്ളൂ. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കിടന്ന് തിളയ്ക്കരുത്. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഉപ്പും പുളിയൊക്കെ. ഉപ്പൊരു ശകലവും കൂടെ വേണം. നല്ലപോലെ ഒന്ന് ചൂടായാൽ മതി. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉലുവാപ്പൊടി. ഇനി തീ ഓഫ് ചെയ്യാം. തിളയ്ക്കാൻ തുടങ്ങി. നമ്മുടെ ചെമ്മീൻ കറി നല്ല ടേസ്റ്റിയാണ്. ഇത് വെള്ള ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ താളിച്ച് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ, എണ്ണ ചൂടായി കടുകിടാം. 1 ടീസ്പൂൺ കടുക്, 3 ചുവന്നുള്ളി ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞത്, 2-3 ചുവപ്പ് മുളക്, കറിവേപ്പില. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഇത് കറിയിലേക്ക് ഒഴിക്കാം. എൻ്റെ പുതിയ വീഡിയോസ് കാണാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ പ്ലേലിസ്റ്റും സജസ്റ്റഡ് വീഡിയോസും കാണാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ്.